നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മുറ്റത്തുള്ള കുറേ പച്ചക്കറികൾ നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയായിരുന്നു. ആ പച്ചക്കറികൾ ഈ വലിയ ഒരു മഴക്കാലം, ഒരാഴ്ചത്തെ ഇടതടവില്ലാത്ത മഴയും അതിഭയങ്കരമായ കാറ്റും ഒക്കെ ഉണ്ടായി. അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കുറച്ച് പയറും അതുപോലുള്ള ബീൻസ്, അതുപോലെ വെണ്ടയുണ്ട്, മുളകുണ്ട്, പാവലുണ്ട്, മുട്ടപ്പയറുണ്ട്, ഇഞ്ചിയുണ്ട്, അതുപോലുള്ള കൃഷികൾ എത്രത്തോളം ഉണ്ട്, എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. പന്തലേ കയറി കിടക്കുന്ന എന്തൊക്കെയുണ്ട് എന്നും നോക്കാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഒരു കോവലിൻ്റെ ചോടാണ്. നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നല്ല നീളമുള്ള ഒരു തരം കോവലാണ്. പൂവിട്ടു, പക്ഷേ ഭയങ്കരമായ മഴ കാരണം പൂവെല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. ഈ കോവലിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഈ പയർ കയറിപ്പോയിരിക്കുന്നത്. ഒരു നാടൻ പയർ കയറിപ്പോയിരിക്കുന്നത്. ആ പയറിൻ്റെ വള്ളിയൊക്കെ കണ്ടോ, നല്ല വലിപ്പമുള്ള വള്ളി. ഇതാണ് മുട്ടപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുട്ടപ്പയർ ഇങ്ങനെ കയറിയിട്ട് ഈ കോവലിൻ്റെ വള്ളിയെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. സാരമില്ല, എന്തായാലും കോവൽ നമുക്ക് കയറ്റി കൊണ്ടുവരാം. മാത്രമല്ല, ആ കോവൽ പൂവിട്ടതാണ്. ഈ പയറുണ്ടല്ലോ, ഇതും വലിയ കാ കിട്ടുന്ന, മാസങ്ങളോളം കാ കിട്ടുന്ന ഒരു തരം പയറാണ്. ഭയങ്കര കാറ്റാട്ടോ. അപ്പോൾ ഈ പയർ ഇതാ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതല്ലേ പയർ കായ്ച്ചത്. പിന്നെ ഇതൊക്കെ സമൃദ്ധിയായിട്ട് കായുണ്ടാകുന്ന പയറിനങ്ങളാണ്. മുറ്റത്ത് കൂർക്ക കൊണ്ട് ഇഷ്ടം പോലെ കൂർക്കയുണ്ട്. രക്ഷപ്പെട്ട് നിൽക്കുന്ന വേറൊരു ഇതാണ് മുരിങ്ങ് ബീൻസ്. ഇതാ മുരിങ്ങ് ബീൻസ് രക്ഷപ്പെട്ട് നിൽക്കുക. ഇത് നമുക്ക് പറിക്കാറായി. ഇത് നമുക്ക് പറിക്കണം. ഇപ്പോൾ തന്നെ പറിച്ചേക്കാം. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ പറിച്ചെടുത്തേക്കാം. അപ്പം നമുക്ക് ബീൻസ് പറിച്ചെടുക്കാം. ഈ പാത്രത്തിലേക്ക് പറിച്ചെടുക്കാം. ഈ ബീൻസ് പറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഈ തണ്ടിന് ക്ഷതം വരരുത്. അതുകൊണ്ട് നമുക്ക് പിരിച്ച് അങ്ങ് പറിച്ചെടുക്കാം. ദാ പിരിച്ചങ്ങ് പറിച്ചെടുത്താൽ ഇത് കണ്ടോ ബീൻസ്, എന്നാ സൂപ്പർ ബീൻസാന്ന് നോക്കി, എത്ര വലിപ്പം ഉണ്ടെന്ന് നോക്കി. മഴ വരുന്നുണ്ട്. മഴയൽപ്പം ഉടനെ തന്നെ പെയ്യും. അതാണ് ഇവിടുത്തെ കുഴപ്പം. ഇതാണ്, ഒരല്പം പോലും തോർച്ച ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇത്രയും പറിക്കാം. ഇത് മതി ഒരു കറിക്ക്. ഇത് മതിയെന്നേ. ഇതിൽ കൂടുതൽ വേണ്ട ഒരു കറിക്ക്. ഇതുണ്ടല്ലേ, സൂപ്പർ സാധനമല്ലേ, നല്ല മുഴുത്ത ബീൻസും അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വെണ്ടച്ചെടി ഇതാ പൂവിട്ട് കായ്ക്കാൻ ആരംഭിച്ചു. ഇവിടെയും മഴക്കൂടലൊരു പ്രശ്നമാണ്. ഇത് താഴേന്ന് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന നല്ല സൈസ് വെണ്ടയാണ്. ഇത് കണ്ടോ. മരുന്ന് എന്തായാലും നമ്മൾ അടിക്കുന്നില്ല, പുകയില കഷായമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. വെണ്ട ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നു. ഇതല്ലേ വെണ്ടയുടെ പൂവ്. വെണ്ടയ്ക്ക ഒരുമാതിരി വലിപ്പത്തോടു കൂടി ഇതാണ്. ഒരു വലിപ്പമുള്ള സൈസ് വെണ്ടയാണ്. ഇത് പിഞ്ചാട്ടോ, കൊത്ത പിഞ്ചാ. ഇതുമല്ലേ വെണ്ടയ്ക്ക നിൽക്കുന്നത്. ഇപ്പോൾ ചീമച്ചേമ്പ്. ഈ ചേമ്പ് നട്ടുപിടിപ്പിക്കണമെങ്കിൽ പറമ്പിൽ ഒരുപാട് സൗകര്യം വേണം. അതേ സമയത്ത് സൗകര്യം കുറവായ ആളുകൾക്ക് ഇതുപോലെ ചാക്കിനകത്ത് ചേമ്പ് നട്ടുപിടിപ്പിക്കാം. ആ ചേമ്പിൻ്റെ ചാക്കിനകത്ത് ഇതുപോലെ പയർ, ഇത് പന്തലേ കയറുന്ന പയറാണ്. ഈ മീറ്റർ പയറല്ല, സാധാരണ പയർ. അപ്പോൾ ഈ പയർ എല്ലാത്തിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പയറിൻ്റെ വള്ളി ആയിട്ടുണ്ട്. ഈ പയറിന് ഇനി കയറിപ്പോകാനുള്ള സൗകര്യത്തിന് നമ്മൾ കമ്പോ അല്ലെങ്കിൽ പന്തലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാൽ സമൃദ്ധിയായിട്ട് കാ കിട്ടും. നല്ല ടേസ്റ്റുള്ള പയറുമാണ്. ചീനിയാണ്, കൊമ്പൻ ചീനി. ഈ കൊമ്പൻ മുളകില്ലേ, സാധാരണ വറ്റൽ മുളക്, ആ ചീനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചീനി ഇതിനകത്ത്, ഇവിടെ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ചീനിയൊക്കെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ മണ്ണിനകത്ത് നട്ടുപിടിപ്പിക്കണം. പക്ഷെ നമുക്ക് സൗകര്യം കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ ചീനി വളർച്ചയെത്തി കായ്ക്കാൻ തുടങ്ങും. അതിനുള്ളത് പയർ. ഇത് നല്ല ടേസ്റ്റുള്ള പയറാണ്. നമ്മൾ മുമ്പേ കണ്ട പയർ കൊമ്പേ കയറുന്ന സൈസ് പയറല്ല. ഇത് നിലത്തോടെ ഇങ്ങനെ പടർന്നു കിടന്ന് കായ്ക്കുന്ന പയറാണ്. ഇതിൻ്റെ പേരാണ് തട്ടാൻ പയർ എന്ന് പറയും. ഭയങ്കര ടേസ്റ്റാണ് ഈ പയറിന്.
ഇത് പൊളിച്ച് കറി വയ്ക്കുന്ന പയറാണ്. ഇതാ ഇതൊക്കെ മൂത്ത് കാട്ടോ. പയർ ഇഷ്ടം പോലെ ഉണ്ടാവും, മുട്ടിന് പയറുണ്ടാവും. ഇത് ഒരുമാതിരി ശക്തിയായ മഴ ഒരാഴ്ച പെയ്തിട്ടും വലിയ കേടുകൂടാതെ നിൽക്കുന്ന ഒരു പയറാണ്, പയർ ഇനമാണ്. നമ്മൾ അല്പം മുമ്പ് കണ്ട സൈസ് പയറാണ്. ഇതാ കഴുത്തൊക്കെ നീണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. മഴയത്ത് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും, ചീച്ചൽ അതുപോലുള്ള രോഗങ്ങളൊന്നും ഈ പയറിനെ ബാധിച്ചിട്ടില്ല. കായുണ്ട്, ആരംഭിച്ചിട്ടേ ഉള്ളൂ. തക്കാളിയാണ് ഈ നിൽക്കുന്നത്, ഒന്നും ആയിട്ടില്ല, ചെറിയ തക്കാളിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതാണ് കാട്ടുപാവലാണ്. പച്ച നിറത്തിൽ ഏതാണ്ട് ഒരു അരയടി നീളത്തിൽ കായുണ്ടാകുന്ന ഒരു പ്രത്യേകതരം കാട്ടുപാവൽ. ഈ കാട്ടുപാവൽ ഇതിൻ്റെ അരി നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ സംഘടിപ്പിച്ചതാണ്. ഇത് കായ്ക്കാനായിട്ട് പന്തലിലേക്ക് കയറുന്നതേ ഉള്ളൂ. നന്നായിട്ട് കായുണ്ടാവും. കയ്പ്പ് കുറവാണ് ഈ കാട്ടുപാവയ്ക്ക്. അതുപോലെ ആ തക്കാളി, മഴക്കാലമാണെങ്കിലും തക്കാളി കായ്ച്ചു കിടക്കുന്നത് കാണാമല്ലോ നമുക്ക്. തക്കാളി കായ്ക്കാൻ തുടങ്ങിയുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ സമൃദ്ധിയായിട്ട് തക്കാളിക്കൊക്കെ കായ ഉണ്ടാവും. കാരണം ഇവിടെ തണുപ്പുള്ള പ്രദേശമാണ്. മൂന്നാറിനടുത്തുള്ള ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഈ പയർ സൂപ്പർ പയറാട്ടോ. കായ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പൂവിട്ട് നിൽക്കുന്നു. ഇങ്ങനെ മുട്ടിന് പൂവുണ്ടാകും ഇഷ്ടം പോലെ. പയർ ഇങ്ങനെ കിങ്ങിണി പോലെ കായ്ക്കുന്ന ഒരു തരം പയർ. ഇതൊരു ചെറിയൊരു പയറിങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കണ്ടോ. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു പയറുകൾ. നമ്മൾ മുട്ടപ്പയറിൻ്റെ മറ്റൊരു ചുവടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ മുട്ടപ്പയർ ഇനി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ കായാകുന്ന മുട്ടപ്പയറാണ്. ഈ മുട്ടപ്പയർ എത്ര മഴ പെയ്താലും പോകുന്ന ഒരു പയറല്ല. കാരണം ഇത് പണ്ടുകാലം മുതലേ ഒരു നാടൻ പയർ ഇനത്തിൽപ്പെട്ട ഈ മുട്ടപ്പയർ കേട് വളരെ കുറവാണ്. പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 മാസക്കാലം കാ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുതുക്കിയാൽ മതി. അങ്ങനെയുള്ളൊരു പ്രത്യേകതരം പയറാണ് ഈ മുട്ടപ്പയർ എന്ന് പറയുന്നത്. ഇതും പന്തലേക്ക് കയറുന്ന ആ നല്ല സൈസ് ടേസ്റ്റുള്ള പയറാണ്. ഇതല്ലേ നല്ല സൈസ് ടേസ്റ്റുള്ള പയറാണ്. അതുപോലെ ചേമ്പ് കൃഷി വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ് ചേമ്പ്. ഇത് കൂടുതൽ സൗകര്യമുള്ളിടത്ത് മാത്രമേ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രദേശം മുഴുവൻ ചേമ്പ് ഇങ്ങനെ വന്ന് അങ്ങ് നിറയും. പടവലങ്ങ നടണം, പിന്നെ ഒരല്പം ഉരുളക്കിഴങ്ങ് കൂടി നടണം. ഉരുളക്കിഴങ്ങ് തീർച്ചയായിട്ടും ഇവിടെ നന്നായിട്ടുണ്ടാവും. ചാക്കിനകത്ത് ഉരുളക്കിഴങ്ങ് നടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂർക്കയാണ്. ഇത് ഒരു 1.5 മാസം കഴിയുമ്പോൾ പറിക്കാവുന്ന കൂർക്കയാണ്. സൗകര്യം ഉള്ളതനുസരിച്ച് പരമാവധി നമ്മൾ കൂർക്ക നട്ട് ഈ സ്ഥലം വേസ്റ്റ് ആകാതെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി കൃഷി ഗ്രോ ബാഗിനകത്ത് വച്ചിരിക്കുന്നു. കാനി നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ തണ്ടുവരപ്പം പുഴു ശല്യം ചെയ്താണ് ഈ മഞ്ഞ നിറം കാണുന്നത്. അതൊന്നൊരു വിഷയമല്ല ഇഞ്ചിക്ക്. ഇഞ്ചി നന്നായിട്ട് ഇവിടെ ഉണ്ടാവും. ഈ ഗ്രോ ബാഗിൽ ഇത് കണ്ടില്ലേ, ബെസ്റ്റായിട്ട് ഇഞ്ചി ഉണ്ടാവും. നമ്മൾ മണ്ണിലും ഇഞ്ചി കൃഷി നട്ടിട്ടുണ്ട്. ബീൻസ് ശരിക്കും കാ കിട്ടാത്ത ഒരു ബീൻസ് കൃഷി. മഴ കഠിനമായിട്ട് പെയ്ത് ആ ബീൻസ് കൃഷി മുഴുവൻ നശിച്ചു പോയി. ഇതിനകത്തൊന്നുമില്ല. നമ്മുടെ മക്കോട്ട ദേവ, ഈ കൊല്ലം പൂവിടുന്ന മക്കോട്ട ദേവ, ഇത് ഷുഗറിനും കാലിൻ്റെ മുട്ടുവേദനയ്ക്ക് അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഫലപ്രദമായ ഒരു നാടൻ മരുന്നാണ് മക്കോട്ട ദേവ. നല്ല ടേസ്റ്റുള്ള ഒരുതരം നാടൻ പയറാണ്. പക്ഷേ മഴക്കൂടുതൽ ഈ പയറിനെ ബാധിച്ചിട്ടുണ്ട്. ഒട്ടും മഴയെ ബാധിക്കാത്ത ഒരു കൃഷിയാണ് ക്യാരറ്റ് കൃഷി. ആ ക്യാരറ്റിന് ഒരു വിഷയമില്ല. എന്നാൽ ഇത് ഒക്കെ പറിക്കാറായതാണ്. ഈ ക്യാരറ്റൊക്കെ പറിക്കാറായതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇത് ഇഞ്ചി കൃഷി നമ്മൾ മണ്ണിൽ നട്ടിരിക്കുകയാണ്. നല്ല ഇഞ്ചി കൃഷിയാണ്. ഇങ്ങനെയാണ് മണ്ണിൽ നട്ട് ഇഞ്ചി കൃഷി പരിപാലിച്ച് എടുക്കുന്നത്. നന്നായിട്ട് കാനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. മണ്ണിനകത്ത് ആദ്യം നമ്മൾ ഗ്രോ ബാഗിൽ കണ്ട വെണ്ടയ്ക്ക നമ്മളിപ്പോൾ മണ്ണിനകത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. വളഞ്ഞു നിൽക്കുന്നത് കണ്ടോ, പുഴുക്കേടുണ്ട്. വളഞ്ഞു നിൽക്കുന്നത് പുഴുക്കേട് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ മരുന്നടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ വെണ്ടയ്ക്ക വളഞ്ഞു നിൽക്കുന്നത്. ഇതൊക്കെ നേരെയാണ് നിൽക്കുന്നത്.
ഇതുണ്ടല്ലേ, ഇതും ചെറിയ വളവുണ്ട്. ആ വെണ്ടയ്ക്ക ദേ ഇവിടെ ഉണ്ട്, കായ്ച്ച കിടപ്പുണ്ട്. വെണ്ടയ്ക്കയൊക്കെ സമൃദ്ധിയായിട്ടുണ്ടാവും. ഈ ഇലയൊക്കെ പുഴു തിന്നുന്നതാണ്. ഇതിനൊക്കെ മരുന്നടിക്കണം. ഇതിനൊക്കെ മരുന്നടിക്കുക എന്ന് പറഞ്ഞാൽ പോയിസൺ അടിച്ചിട്ട് കാര്യമില്ല. പുകയില കഷായമാണ് നമ്മൾ തയ്യാറാക്കി അടിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പച്ചക്കറി കൃഷി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരല്പം സ്ഥലമുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ നടാം, മണ്ണിൽ നടാം. ഇതൊരു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യണം. കടുത്ത മഴക്കാലത്തിനൊരു ശമനം വന്നിരിക്കുന്നു. ഇനി അടുത്തത് ചിങ്ങമാസമാണ് വരാൻ പോകുന്നത്. ഇത് കർക്കിടകമാണ്. ചിങ്ങമാസം മുതൽ അങ്ങോട്ട് ഏതാണ്ട് ദീർഘമായ ഒരു കാലയളവ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. മഴയുണ്ട്, വെള്ളം നനയ്ക്കാനുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. VPR കിച്ചൻ ഒന്ന് രക്ഷപ്പെടുത്തണേ VPR കിച്ചൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.